വിവിധയിടങ്ങളിൽ വ്യാപകമായ പ്രതിഷേധ പരിപാടികൾ ഇന്ന് നടക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ നടക്കാൻ പോകുന്ന പ്രതിഷേധ പരിപാടികൾ BJP നേതൃത്വത്തെ രാഷ്ട്രീയ പ്രതിരോധത്തിലാക്കുന്ന നീക്കം കൂടിയാണ് ഉണ്ടാവുന്നത്. മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ BJPക്കും ഛത്തീസ്ഗഡ് സർക്കാരിനുമെതിരെ KCBC രംഗത്ത് വരികയാണ്. BJP നേതാക്കളുടെ ബിഷപ്പ് ഹൗസ് സന്ദർശനത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ പ്രവർത്തനങ്ങളിലും അത് പ്രതിഫലിക്കണം. കുറച്ചുകൂടി ആത്മാർത്ഥത പുലർത്തേണ്ടതുണ്ടെന്നും ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലും വക്താവുമായ ഫാദർ തോമസ് തറയിൽ തുറന്നടിച്ചു. BJPയാണ് സംസ്ഥാനവും കേന്ദ്രവും ഭരിക്കുന്നത്. ഇടപെടൽ സത്യസന്ധമായിരുന്നുവെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഒരു ഫോൺ കോളിൽ വിഷയം തീർക്കാമായിരുന്നു. ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഫാദർ തോമസ് തറയിൽ ന്യൂസ് 18നോട് പറഞ്ഞു. കന്യാസ്ത്രീകൾക്ക്, മലയാളികളായ കന്യാസ്ത്രീകൾക്ക് അവർക്ക് ഇപ്പോഴും ജാമ്യം ലഭിച്ചിട്ടില്ല. അതിൻ്റെ അപേക്ഷകൾ മേൽക്കോടതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. നമുക്കൊപ്പം KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലും വക്താവുമായ ഫാദർ തോമസ് തറയിൽ ചേരുന്നുണ്ട്. തികച്ചും ആശങ്കപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതെങ്കിലും രീതിയിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? അവിടെ നിന്നും പൊതുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ട രീതിയിലുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഒരു സപ്പോർട്ടീവായിട്ടുള്ളൊരു നീക്കം അവിടെ ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. മറ്റ് രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ MPമാരും മലയാള MPമാരും മറ്റുമൊക്കെ അവിടെ പോവുകയും ഇടപെടാനൊക്കെ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ഒന്നാമത് പ്രാരംഭമായിട്ട് തന്നെ ഇത് ഒരു അന്യായമായ ഒരു നടപടി. കാരണം സ്വതന്ത്ര ഭാരതത്തിൽ മൗലിക അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, തൊഴിൽ ചെയ്ത് ഈ രാജ്യത്ത് എവിടെയും ജീവിക്കാനുള്ള അവകാശം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ യാതൊരു കാരണവശാലും അവിടെ തെളിയിക്കാനോ എന്തെങ്കിലും ഒരു തെളിവ് അവിടെ ഉള്ളതോ അല്ല. ഈ മതപരിവർത്തനം എന്ന് പറയുന്നത് ആരെ പരിവർത്തനം ചെയ്തു? അവിടെ ഈ കൂടെ വന്ന യുവതികളെന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ക്രൈസ്തവരായിട്ട് ജീവിക്കുന്നവരാണ്. പിന്നെ അവരെ പരിവർത്തനപ്പെടുത്തേണ്ട കാര്യമില്ല. മനുഷ്യക്കടത്തെന്ന് പറയുന്നു. എവിടെയാണ് മനുഷ്യക്കടത്ത്? ആരെ കടത്തിക്കൊണ്ട് പോകുന്നത്? ഇവർ അവരുടെ മാതാപിതാക്കന്മാരുടെ അനുവാദത്തോടു കൂടി ജോലി ചെയ്ത് ജീവിക്കാനായിട്ട്, ഈ സന്യാസിനികൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാനായിട്ട് വന്നതാണ്. അപ്പോൾ അന്യായമായ കാരണങ്ങൾ ഉണ്ടാക്കി വളരെ വേദനാജനകമായ രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് ഈ സംഭവത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. പല രാഷ്ട്രീയക്കാരും ഇതിൽ ഇടപെടുന്നുണ്ട്, രാഷ്ട്രീയ പാർട്ടികളടക്കം ഇടപെടുന്നുണ്ട്. ഒപ്പം തന്നെ BJP, കാരണം BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയൊക്കെയാണ്. അപ്പോൾ അവരുടെ ഇടപെടൽ എങ്ങനെ കാണുന്നത്? പ്രതീക്ഷ നൽകുന്നുണ്ടോ? BJPയുടെ ഇടപെടൽ എന്ന് പറയുമ്പോൾ ഒരു ധിഷണാശക്തിയുള്ള ഗവൺമെൻറ്റോ അല്ലെന്നുണ്ടെങ്കിൽ പാർട്ടിയോ ആണെന്നുണ്ടെങ്കിൽ BJP ആണ് സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഭരിക്കുന്നത്. അവർ ഇതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി സത്യസന്ധമായിട്ട് ഇടപെടാനാണെങ്കിൽ ഒരുപക്ഷേ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഒരു ഫോൺ കോൾ കൊണ്ട് തീർക്കാവുന്നൊരു വിഷയമാണിത്. പക്ഷേ അത് നിയമമാണെന്നും നിയമത്തിൻ്റെ വഴിക്കാകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാതെ ഇതിനെ നീട്ടിക്കൊണ്ട് പോകുന്നതായിട്ടാണ് തോന്നുന്നത്. BJP രാഷ്ട്രീയപരമായി ചോദിക്കുകയാണ്. BJP വല്ലാതെ ക്രൈസ്തവ സമൂഹത്തോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നു എന്നെല്ലാം തന്നെ പറയുന്നൊരു സമയമാണ്. പ്രത്യേകിച്ച് ക്രിസ്മസ് കാലമാകുമ്പോഴേക്കെല്ലാം കൂടുതൽ ഇടപെടാനൊക്കെ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും കേക്കുമായിട്ടൊക്കെ ബിഷപ്പ് മന്ദിരങ്ങളിലേക്കൊക്കെ എത്തുന്ന സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ ഈ രീതിയിലുള്ളൊരു കാര്യങ്ങൾ വരുമ്പോഴേക്കും ഈ പറച്ചിലിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് തോന്നലുണ്ടോ? അല്ല, അത് വാസ്തവത്തിൽ രണ്ടായിട്ട് തന്നെ കാണണം. കാരണം ഇപ്പോൾ നമ്മുടെ ഭവനത്തിലേക്ക് ആര് വന്നാലും, അത് നമ്മുടെ ഒരു ശത്രുവാണെങ്കിൽ പോലും, നമ്മൾ മാന്യമായിട്ട് അവരെ സ്വീകരിക്കുകയും, പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ ക്രിസ്മസ് കാലത്തോ ഈസ്റ്റർ കാലത്തോ ഒക്കെ വരുമ്പോൾ നമ്മൾ ക്രൈസ്തവ ചൈതന്യത്തോടു കൂടി തന്നെ എല്ലാവരെയും കാണുന്നു. അതിനകത്തൊരു രാഷ്ട്രീയം വാസ്തവത്തിൽ നമ്മൾ കാണുന്നില്ല. ഇതാണ് കത്തോലിക്ക സഭ ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട്. സീറോ മലബാർ സഭയുടെ PRO ടോം ഓലിക്കരോട്ട് നമുക്കൊപ്പം ചേരുന്നു. ഈ വിഷയത്തിൽ BJP ക്രൈസ്തവ സഭയുമായി അടുക്കാൻ പല ശ്രമങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു കത്തോലിക്ക സഭയെ, ക്രൈസ്തവരെ സംരക്ഷിക്കാൻ ഞങ്ങളൊപ്പമുണ്ട് എന്ന വലിയ നീക്കങ്ങളൊക്കെ പ്രഖ്യാപിച്ചതാണ്. ഈ പ്രഖ്യാപനങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഈ സൗഹൃദ സന്ദർശന പരിപാടികളിലൊക്കെ ഒരു ആത്മാർത്ഥത കുറവ് തോന്നുന്നുണ്ടോ ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ? ഈ ഒരു വിഷയം യഥാർത്ഥത്തിൽ ബജ്രംഗ്ദൾ എന്ന് പറയുന്ന ഒരു തീവ്ര ഫാസിസ്റ്റ് സംഘടനയുടെ
നേതൃത്വത്തിൽ നടന്ന ഒരു വിഷയമാണല്ലോ. BJP-യുടെ ഉദ്ദേശശുദ്ധിയോ അതല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ അവരുടെ ഉദ്ദേശശുദ്ധിയെ അല്ലെങ്കിൽ അവർ എല്ലാ ന്യൂനപക്ഷങ്ങളോടും ക്രൈസ്തവ ന്യൂനപക്ഷവുമായിട്ട് അവർ പ്രത്യേകിച്ച് അടുപ്പം കാണിക്കണമെന്നോ നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം ചെയ്തു തരണമെന്നോ ഭരണഘടന പറയാത്ത ഒരു ആനുകൂല്യങ്ങളും BJP-യിൽ നിന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഈ ഭരണഘടന എഴുതിയ സമയത്ത് അത്ര ധീരമായി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ സംവരണത്തിലടക്കം നിലപാടെടുത്ത ഒരു സമൂഹമാണ് ഇന്ത്യയിലെ ക്രൈസ്തവർ. അപ്പോൾ അതുകൊണ്ട് BJP-യുടെ ഒരു ആനുകൂല്യത്തിനു വേണ്ടിയുള്ള സൗഹൃദത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെയല്ല, അതേ സമയത്ത് രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആ നിലയിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോട് അവർ സൗഹൃദത്തിലാവുന്നത് വളരെ നല്ല കാര്യമാണ്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും ആ സൗഹൃദം നമ്മൾ സൂക്ഷിക്കുന്നു. കാരണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെയും രാഷ്ട്ര നിർമ്മിതിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളും ക്രൈസ്തവ സഭകളും പ്രത്യേകിച്ച് ഈ സാമൂഹ്യ സേവന രംഗത്ത് ഇടപെടുന്നത് വഴി നമ്മുടെ ഈ ലക്ഷ്യം രാഷ്ട്ര നിർമ്മിതിയിലാണ്. അപ്പോൾ അവിടെ ഒരു സൗഹാർദ്ദവും സംഭാഷണവും എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയമായി ഒരു വളച്ചൊടിക്കാതെ ഇവിടെ നിഷേധിക്കപ്പെട്ട നീതി, ഇവിടെ വയലേറ്റ് ചെയ്യപ്പെട്ട ഭരണഘടനയുടെ സംരക്ഷണ കവചം, അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുകയും ആ കാര്യങ്ങളിൽ വന്നിട്ടുള്ള കുറവുകൾക്ക് ഇച്ഛാശക്തിയോടുകൂടി ഒരു നേതൃത്വം ഉണ്ടാവണം. ഇവിടെ നമുക്ക് ആ കാര്യത്തിൽ ഛത്തീസ്ഗഡ് ഭരിക്കുന്ന BJP-യുടെ മുഖ്യമന്ത്രിയുടെ ചില പ്രസ്താവനകൾ നമുക്ക് സംശയാസ്പദമാണ്. അപ്പോൾ അതുകൊണ്ട് BJP-യുടെ രാഷ്ട്രീയ നേതൃത്വം ഈ വിഷയത്തിൽ ഒരു ആത്മാർത്ഥമായ സമീപനം ഇവിടെ സ്വീകരിക്കുകയും തികച്ചും അന്യായമായി ചുമത്തിയിരിക്കുന്ന ഈ കുറ്റപത്രത്തിലെ അനീതി ഉള്ള അസത്യമായിട്ടുള്ള കാര്യങ്ങളെ റദ്ദ് ചെയ്യാനും അവരെ ജയിൽ മോചിതരാക്കാനുമുള്ള സത്വരമായ ശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ് സീറോ മലബാർ സഭയ്ക്ക് ഈ ഒരു സമയത്ത് ആവശ്യപ്പെടാനുള്ള കാര്യം. ഫാദർ ടോം, ഒരു കാര്യം, അതായത് ഈ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് ക്രിസ്ത്യൻ മിഷണറിമാരെ തടഞ്ഞു വെക്കുക, ആക്രമിക്കുക, പള്ളികൾക്ക് നേരെയുള്ള ആക്രമണം, ഇതൊന്നും പുതിയ കാല സംഭവമല്ല, മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ നിലപാടുകൾക്ക് തിരുത്തകപ്പെടുന്നു, ക്രൈസ്തവ സഭയെ ചേർത്ത് നിർത്തുന്നു, നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്നൊരു പ്രതീതി പൊതുവിൽ BJP നടത്തിയതാണ്. അപ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ BJP നേതാക്കൾ അങ്ങനെ പറയുമ്പോഴും ദേശീയ തലത്തിൽ ഇപ്പോഴും ക്രൈസ്തവ മിഷണറിമാർ മതപരിവർത്തനം നടത്തുന്നവരാണ് എന്നൊരു ഇമേജ് സൃഷ്ടിക്കാൻ ഒരു ബോധപൂർവമായ ശ്രമമില്ലേ? ഇതല്ലേ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്? ഇവിടെ ക്രൈസ്തവർ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ള ഒരു നുണപ്രചരണം പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ മേൽ ആരോപിക്കപ്പെടുന്ന ഒരു നുണപ്രചരണമാണ്. ആ നുണ ഞാനൊരു ചെറിയ ഉദാഹരണം, ഏറ്റവും റീസെന്റ് ആയിട്ട് കേരളത്തിൽ നടന്ന ഒരു ഉദാഹരണം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാ മാധ്യമങ്ങളും പറയുന്ന ഗോവിന്ദസ്വാമിയുണ്ട്. അദ്ദേഹം എല്ലാ റെക്കോർഡുകളിലും ഗോവിന്ദസ്വാമിയാണ്, സുപ്രീം കോടതിയുടെ പകർപ്പിലടക്കം. പക്ഷേ ഈ അദ്ദേഹം ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ 2 ചാനലുകൾക്ക് അദ്ദേഹം ചാർലി തോമസ് ആയി. അപ്പോൾ അതൊരു ഗിമ്മിക്കാണ്. ആ ഗിമ്മിക്ക് എന്താണ്? ഇവരും നാളുകളായിട്ട് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നോർത്ത് ഇന്ത്യയിലടക്കമുള്ള വിദൂര ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന മനുഷ്യ സ്നേഹികളായിട്ടുള്ള ആളുകൾ അവരൊക്കെയും മതം മാറ്റത്തിന്റെ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അവർ ഇടപെടുന്നത്.